ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് പുരട്ടിയതാണ്. അതിന് വേണ്ടുന്നത് 1 കിലോ ബീഫ് നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. കുരുമുളക് പൊടി 2 സ്പൂൺ, ഗരം മസാലയും 2 സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി നമുക്ക് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് ഇളക്കി കുക്കറിലിടാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 6 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട. അതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ നമുക്ക് എടുക്കാം. ഞാനൊരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്, അത് നൈസായിട്ട് അരിഞ്ഞതാണ്. ഒരു 3 തക്കാളിപ്പഴം, ഒരു 6 പച്ചമുളക് 2ആയിട്ട് മുറിച്ചത്. ഉള്ളി നമുക്ക് വഴട്ടാം. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി വഴട്ടിയെടുക്കാം. തക്കാളിപ്പഴവും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, നമ്മൾ ഇറച്ചിക്ക് ഉപ്പിട്ടത് കൊണ്ട്. ഇല്ലെങ്കിൽ അവസാനം ഇടാം. കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി അതിന് വേണ്ടുന്ന അരപ്പ് നമുക്കെടുക്കാം. ഈ ഒരു കറിക്ക് മല്ലിപ്പൊടി ഇടുന്നില്ല, മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം 3 സ്പൂൺ മുളക് പൊടി ഇടാം. എരിയുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 സ്പൂൺ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 4.5 ഇടാം. അത് നല്ലതുപോലെ ഒന്ന് മുളകൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഉള്ളിയിലിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം ഇളക്കാം. ഇതിന് കുറച്ച് എണ്ണ മതി. ആദ്യം ഞാൻ ഉള്ളിയൊക്കെ വഴട്ടാൻ 1 സ്പൂൺ എണ്ണയെ ഒഴിച്ചുള്ളൂ. പിന്നെ ഇതുവരെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല.
ഇനി നമുക്ക് അടച്ചൊന്ന് വേവിക്കാം. ഇനി തുറന്നൊന്ന് ഇളക്കാം. വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കാം. എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണം. നല്ലൊരു ബീഫ് പുരട്ടിയതാണ്. ബീഫ് നല്ലതുപോലെ പരണ്ട് വന്നിട്ടുണ്ട്. ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ലതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.